ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീൻസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആലിയ കട്ട് മോഡലുള്ള ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി 1.5 മീറ്റർ മെറ്റീരിയലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കോട്ടൺ മെറ്റീരിയലാണ്, 44 ഇഞ്ച് വീതിയിലുള്ള മെറ്റീരിയലാണ്. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും രണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നത്. ടോട്ടൽ ലെങ്ത്ത് 26 ഇഞ്ചാണ്. ബോഡി പാർട്ടിന് 14 ഇഞ്ചും സ്കർട്ടിന് 12 ഇഞ്ചും. അതിനായിട്ട് ബോഡി പാർട്ടിന് 15 ഇഞ്ചുള്ള ഞാൻ തുണി 4ആക്കി മടക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പടക്കം 15 ഇഞ്ച് ഇതിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. 44 ഇഞ്ച് വീതിയുള്ളത് കൊണ്ട് 4ആക്കി മടക്കിയപ്പോൾ 11 ഇഞ്ചാണ് ഇത് വീതി കിട്ടിയിട്ടുള്ളത്. 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. കൈക്കുഴി സെയിം ആയിട്ട് 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്ത് നമുക്കത് മാർക്ക് ചെയ്ത് പോയിന്റുകളൊക്കെ ഒന്ന് ലൈനായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാറി നമുക്ക് കൈക്കുഴി ഷേപ്പ് ചെയ്തെടുക്കാം. 36 ഇഞ്ച് ആണ് നമുക്ക് ബോഡി ലൂസ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 4/1 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്കിയുള്ള 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ബോട്ടം ലൂസ് നമുക്ക് 32 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 4/1 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് പോയിന്റുകൾ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗത്തുനിന്ന് മുകളിലേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഭാഗം തൂങ്ങി എടുക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. തുണി ശരിക്കും മോശം വശത്താണ് മാർക്കിങ് വേണ്ടത്. ഞാൻ മാർക്കിങ് ശരിക്കും കാണാവുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല വശമായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ തുണി കട്ട് ചെയ്യുമ്പോൾ മോശം വശത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു ഭാഗം മാറ്റി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് നോക്കാം. തുണി മടക്കിടുമ്പോൾ ഇതുപോലെ ഉൾവശം ഉള്ളാക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് 10.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 10.5 ഇഞ്ചിനാണ് നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നത്. നമ്മൾ തയ്യൽ തുമ്പ് ഈ സൈഡിൽ എത്ര ഇഞ്ച് 2 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 2 ഇഞ്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത 4.5 ഇഞ്ചിലേക്ക് ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നെക്ക് നെക്കാണ് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇറക്കം 6.5 ഇഞ്ചും. ഞാൻ മാർക്ക് ചെയ്യുന്നതെന്നുള്ളൂ, ക്യാൻവാസിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. വെറുതെ കാണിക്കുന്നതുള്ളൂ. 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമുക്കൊരു വി ഷേപ്പിൽ വരച്ചെടുക്കണം. ഇപ്പോൾ ഒരു വി ഷേപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി കുഴിച്ചു വെട്ടാം. അതിനുവേണ്ടി നമുക്ക് ഇതൊന്ന് വീണ്ടും മാർക്ക് ചെയ്ത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് കുഴിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 1/2 ഇഞ്ച് കുഴിച്ച് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കഴുത്ത് കട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇനി ബാക്ക് ഭാഗത്തിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. കാരണം ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് ഭാഗം അടിക്കുന്നത്. അതിനുവേണ്ടി 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 3.5 ഇഞ്ചാണ് നമുക്ക് കഴുത്തകലം. 4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കുറച്ചിട്ടാണ് 3.25 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണേ. നെക്കിൻ്റെ ഇറക്കം 3.25 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് ബോക്സായിട്ട് വരച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത്
കട്ട് ചെയ്യാം. കഴുത്ത് ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇനി ഈ അടിഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ട് വെട്ടുന്നതിന് വേണ്ടി തുണി രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. മുഴുവൻ വീതി 44 ഇഞ്ച് വീതിയിലുള്ളത് രണ്ടാക്കി മടക്കി 22 ഇഞ്ച് വീതി നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് 4.5 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്യണം. നമ്മൾ ബോഡി പാർട്ട് വെട്ടിയപ്പോൾ 4.5 ഇഞ്ചാണ് നമ്മൾ അവിടെ കട്ട് ചെയ്തത് മാറ്റിയത്. ആ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം 12 ഇഞ്ചാണ് നമ്മുടെ ബോഡി സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. തയ്യൽ തുമ്പടക്കം നമുക്ക് 13 ഇഞ്ച് വേണം. ബാക്ക് ഭാഗം 13 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെയായിട്ട് ബാക്ക് ഭാഗം കട്ട് ചെയ്തത് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ഫോൾഡഡ് സൈഡിൽ നിന്ന് ചരിച്ച് അറ്റത്തേക്ക് നമ്മുടെ ഓപ്പണിംഗ് സൈഡിലേക്ക് ചെരിച്ചിങ്ങനെ വരച്ചതിന് ശേഷം അടിഭാഗം മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ചരിച്ച് വരച്ചത് നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ 2 ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തിൻ്റെ സെൻറ്റർ നമുക്ക് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള തുണി സ്ലീവിന് വേണ്ടി 4 മടക്കിയിടാം. നമുക്ക് ഫുൾ സ്ലീവാണ് ഈ ടോപ്പിന് വേണ്ടത്. 21 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്തായിട്ട് വേണ്ടത്. നമുക്കിവിടെ 22 ഇഞ്ച് ഉണ്ട്. തയ്യൽ തുമ്പടക്കം 22 ഇഞ്ച് വേണം. 1/2 ഇഞ്ച് തുടക്കത്തിൽ മടക്കി അടിക്കാൻ, 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പായിട്ട് ഇടാനും. നമുക്ക് കൈക്കുഴിക്ക് ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 7 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത് ഓപ്പണിംഗ് സൈഡിൽ 3.25 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ വരച്ചതിന് ശേഷം അവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചതിന് ശേഷം നടുഭാഗം മാർക്ക് ചെയ്യണം. നടുഭാഗത്ത് 1/2 ഇഞ്ചായിട്ട് പുറത്തേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഫ്രണ്ട് കൈക്കുഴി അതുപോലെ തന്നെ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിടാം. നമുക്ക് ഇവിടെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് തയ്യൽ തുമ്പ് 2 ഇഞ്ചിൽ അതും യോജിപ്പിച്ചെടുക്കാം. ഇനി സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിവർത്തിയിട്ടിട്ട് വേണം ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുന്നതിന് വേണ്ടിയിട്ട്. ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയെടുത്ത് ഫ്രണ്ട് ഭാഗം മാറാതിരിക്കാൻ ചെറിയൊരു വെട്ടിങ് ഇട്ട് കൊടുക്കണം. ക്യാൻവാസിൽ നെക്ക് വെട്ടി അയൺ ചെയ്തെടുത്ത് ഓരം അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കഴുത്ത് യോജിപ്പിക്കാം. ഫ്രണ്ട് പാർട്ടിൽ കഴുത്ത് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ബാക്കിൽ വേണ്ടിയിട്ട് ക്രോസ് പീസും അടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് എടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് യോജിപ്പിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യണം നിർബന്ധമില്ല, പിൻ ചെയ്ത് ഉറപ്പിച്ചാലും മതി. ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററുമായിട്ട് ഒന്ന് പിൻ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുത്തടിച്ചെടുക്കാം. ഇതേപോലെ ഒരേ വശത്തു നിന്ന് ക്യാൻവാസുമ്മ ടച്ച് ചെയ്യാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഉൾവശം കട്ട് ചെയ്ത് കളയണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്ത് 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം
നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗവും സൈഡിലും നമുക്ക് ചെറിയ സ്റ്റിച്ചിന് പെടാത്ത രീതിയിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനെ ഇത് പിടിച്ച് ഉള്ളിലേക്ക് മറിച്ച് കൈ കൊണ്ട് ഒന്നിങ്ങനെ വരഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നൊന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വീനക്കിൻ്റെ കോർണർ പോയിൻ്റ് കറക്റ്റായിട്ട് ആ പോയിന്റിൽ തന്നെ നമ്മുടെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നതും കൃത്യമായിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് കൊടുക്കണില്ലെങ്കിൽ ഉള്ളിൽ ഹെം ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ വീനക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് ഭാഗത്തിൻ്റെ കഴുത്തും കൂടി നമുക്ക് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരിക്ക് നമുക്ക് 4 ഇഞ്ചിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. 4 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിന് 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ചുറ്റും അടിച്ചു കൊടുക്കാം. ഇവിടെ 4 ഇഞ്ച് വെച്ച് ഇങ്ങനെ ചുറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു സ്റ്റിച്ചുമ്മ കൊള്ളാത്ത രീതിയിൽ ചെറിയൊരു കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. പ്രസ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും അടിഭാഗമായിട്ട് യോജിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിഭാഗം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ചെറിയ ചെറിയ ചുരുക്കുകളിട്ട് കൊടുക്കാം. അതിനുവേണ്ടി തയ്യൽ തുമ്പ് കുറച്ച് ബാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചുരുക്കുകളിട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ഞൊറികളാണ് ഇട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് ചെറുതായിട്ടിങ്ങനെ വലിച്ച് കറക്റ്റ് അളവിലേക്ക് എടുത്താലും മതി. ഒരു ചെറിയ ചെറിയ ഞൊറികൾ ഒരേപോലത്തെ ഞൊറികൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഞൊറികൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഭാഗവും കൃത്യമായിട്ട് ആവശ്യമുള്ള വീതിയിൽ ഞൊറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരേപോലെയുള്ള ചെറിയ ഞൊറികളാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് കൃത്യമായിട്ട് ഞൊറികളുടെ ഇതിൽ 2 സൈഡിലും ഒപ്പം വരാൻ ശ്രദ്ധിക്കണം. സെൻറ്റർ കഴിഞ്ഞിട്ട് ആ 2 സൈഡും ഒരേപോലെ ഞൊറികൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടുമായിട്ട് ഫ്രണ്ട് ഭാഗത്തെ സ്കർട്ട് പാർട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടിക്കളഞ്ഞ പോയിന്റിൽ നിന്ന് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അതിന് സെൻറ്റർ 2 ഭാഗത്തിൻ്റെ സെൻറ്റർ തമ്മിൽ യോജിപ്പിച്ച് ആ സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് അടിച്ചു തുടങ്ങാൻ. അങ്ങനെ 2 സൈഡിലേക്ക് അടിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എടുക്കണം. ഫ്രണ്ട് ഭാഗം സ്കർട്ട് പാർട്ടുമായിട്ട് യോജിപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുക്കാം. മുൻഭാഗം ഇപ്പോൾ ഞാൻ സ്കർട്ട് പാർട്ടുമായിട്ട് യോജിപ്പിച്ച് പ്രസ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററൊക്കെ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിൽ വശവും സ്കർട്ട് പാർട്ടുമായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ
ബാക്ക് ഭാഗം നല്ല വശം മുകളിലാക്കി വെച്ച് അതിന് മേലെ ഫ്രണ്ട് ഭാഗം നല്ല വശം താഴെയായിട്ട് വെച്ച് നല്ല വശം ചേർത്ത് വെക്കണം. അങ്ങനെ വെച്ച് ഷോൾഡർ ഒപ്പം വെച്ചതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ മടക്കി പിൻവശത്തെ ക്രോസ് പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 ഷോൾഡർ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിൻകഴുത്ത് ഉൾവശത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കണം. പിൻകഴുത്ത് ഉള്ളിലേക്ക് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ച ബോഡി പാർട്ട് നമുക്കിങ്ങനെ മുകൾ വശത്ത് നല്ല വശമായിട്ട് ഇട്ട് കൊടുക്കണം. സ്ലീവിന് വെച്ചാണ് തുണിയിൽ നമുക്ക് അറ്റം നമ്മൾ 1/2 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം സെൻറ്റർ ഭാഗം കറക്റ്റാക്കി വെച്ച് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കാം. ഇത് അടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കണം. അതിന് കൈക്കുഴിയുടെ ഭാഗത്ത് ജോയിൻറ്റ് ഒരേപോലെ വരണം. അതുപോലെ തന്നെ ഇവിടെ ജോയിൻറ്റ് കറക്റ്റ് ഒരേ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാൻ. നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ജോയിൻറ്റുകളുടെ ഭാഗത്തുമ്പോൾ അത് ഒരേ ലൈനിൽ വരാൻ നോക്കിയിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. 2 സൈഡും ഇതേപോലെ തന്നെ അടിച്ചെടുക്കണം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വേണം 2 സൈഡും അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 സൈഡും നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഏറ്റവും താഴ്ഭാഗം നമുക്ക് 1/4 ഇഞ്ച് വീതം 2 മടക്കി വേണം അടിച്ചു കൊടുക്കാൻ. 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് താഴ്ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 1/4 ഇഞ്ച് വീതം 2 മടക്കി നമുക്ക് ചുറ്റിലും അടിച്ചു കൊടുക്കാം. അടിഭാഗം കൂടി മടക്കി അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട്. നല്ല രീതിയിൽ സൈഡൊക്കെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.